നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ആർമി ഓർഡിനൻസ് കോപ്സിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് ആർമി ഓർഡിനൻസ് കോപ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ട ലോജിസ്റ്റിക് സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുകയും അത് പ്രോപ്പറായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ സിവിലിയൻ കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. SSLC മുതൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ വരെയുള്ള വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നല്ല ഒരു വേക്കൻസികളാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് മാത്രമല്ല, ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ മെത്തേഡ്, ആദ്യം ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടോ, ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ, അതുപോലെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോയുടെ ദൈർഘ്യം കുറച്ച് കൂടും. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷനിൽ യാതൊരു മിസ്റ്റേക്കും വരുത്തരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ടൈംലി അതിനനുസരിച്ച് നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. GOCL എജുലാൻഡിനെ ജസ്റ്റ് സെർച്ച് ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ ലിങ്ക്. അതിലൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് ഡീറ്റെയിൽഡ് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിലപ്പം പല ന്യൂസിലും ഇതിലേക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം, മീൻസ് ഈ പറയുന്ന വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. എങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ ആയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് കാണാൻ പറ്റും. സിവിലിയൻ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ വിവിധ യൂണിറ്റിലേക്ക് ഡിപ്പോയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വർടൈസ് നമ്പർ നിങ്ങൾക്ക് കാണാം. അപ്പം ഓൺലൈനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് എവിടെ വേണമെങ്കിലും, നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ലഭിക്കാവുന്ന പോസ്റ്റുകളാണ് ഇതിൽ. ഇവിടെ കാണാം മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ നമുക്ക് ടോട്ടൽ 19 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ റിസർവ് വേക്കൻസിയും കൂടെ കാണാം, SC/ST OBCൻ്റെതൊക്കെ. ഇനി ഇവിടെ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് 27 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. സിവിൽ മോട്ടോർ ഡ്രൈവർ നിങ്ങൾക്ക് ഇതിൽ 4 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ EWSനും SC/STക്കൊന്നും വേക്കൻസി ഇല്ല, പക്ഷേ ജനറൽ വേക്കൻസി ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, SC/ST OBC ആരാണെങ്കിലും ജനറലിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് സെക്കൻഡിൽ 14 വേക്കൻസി, ഫയർമാനിൽ നിങ്ങൾക്ക് 247 വേക്കൻസി ഉണ്ട്. വെറും SSLC മാത്രം മതിയിട്ട് അതിൻ്റെയൊക്കെ യോഗ്യത. ഇനി കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ ആണ്, ഇതിൽ നിങ്ങൾക്ക് 7 വേക്കൻസിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ദെൻ പെയിൻറ്റർ ആൻഡ് നിങ്ങൾക്ക് ഡെക്കറേറ്റർ ആണ്, ഇതിലേക്ക് നിങ്ങൾക്ക് 5 വേക്കൻസി ഉണ്ട്. ഇതിലൊക്കെ ജനറൽ വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് റിസർവ് വേക്കൻസി ഇല്ലെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ MTS ഉണ്ട്, 11 വേക്കൻസിയാണ്. പിന്നെ വരുന്നത് ട്രേഡ്സ്മാൻ മെയ്റ്റ് ആണ്, ഇതിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി, 389 വേക്കൻസിയാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഓരോ പോസ്റ്റിൻ്റെയും ഏജ് ലിമിറ്റും അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് മിനിമം 18 മാക്സിമം 27 ആണ്. ഓക്കെ, എന്നാൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 32 വയസ്സ് വരെയും, PWD ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ, പിന്നെ വിഡോസ് ഡിവോഴ്സ്ഡ് ആയുള്ള വനിതകൾക്ക് ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള എല്ലാവിധ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനി ഡിഗ്രിയാണ് ഈ പറയുന്ന മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഏത് വിഷയത്തിലാണെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്ലോമ മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, അതായത് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് ഗ്രാജുവേഷൻ്റെ ആവശ്യമില്ല. മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ ഗ്രാജുവേഷനോ കാര്യങ്ങളോ വേണ്ട. ഇനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മറ്റ് ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും വേണ്ട. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഡിപ്ലോമയോ മറ്റൊന്നും വേണ്ട, അവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, 2 ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് എനി ഡിസിപ്ലിൻ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ BA or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 രീതിയിലാണ് ഇതിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. 1 ജസ്റ്റ് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഈ പറയുന്ന മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന അതിൽ നിങ്ങൾക്ക് ഡിപ്ലോമ എടുത്തവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് BA or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വിഷയം എന്നൊന്നും ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ മാത്രം അവർക്ക് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആയിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ബാക്കി ഈ പറയുന്ന ഗ്രാജുവേഷൻ നിങ്ങൾക്ക് അത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും നോൺ എഞ്ചിനീയറിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഏത് സബ്ജക്റ്റിലാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് മിനിമം 18 മാക്സിമം 25 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ OBC ആണെങ്കിൽ 28, SC/ST ആണെങ്കിൽ 30, പിന്നെ PWD ഇങ്ങനെയുള്ള വിവിധ റിലാക്സേഷൻ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ.
ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം. അത് നമുക്ക് ഈ പറയുന്ന എക്സാമിൻ്റെ മുൻപ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്യണം. 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ഇതിൽ ഇംഗ്ലീഷിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് +2 ഏത് സ്ട്രീം എടുത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഹിന്ദിയിലാണെങ്കിൽ 30, അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, നമ്മൾ രണ്ടിലും ചെയ്യണം എന്നില്ല. അപ്പോൾ ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ് പെർ മതി, ഇംഗ്ലീഷിലാണെങ്കിൽ 35 വേണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഇനി അടുത്തത് സിവിൽ മോട്ടോർ ഡ്രൈവർ ആണ്, ഓർഡിനറി ഗ്രേഡ് ആണ്. ഇതിൽ നിങ്ങൾക്ക് മിനിമം 18 മാക്സിമം 27 ആണ് ഏജ് ലിമിറ്റ്. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 30, SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനൊക്കെ നിശ്ചയമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും വേണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹെവി ലൈസൻസും വേണം. അതിൻ്റെ കൂടെ ഒരു 2 ഇയർ എക്സ്പീരിയൻസും വേണം. പ്ലസ് അതിൻ്റെ കൂടെ 2 ഇയർ എക്സ്പീരിയൻസും വേണം വാഹനം ഓടിച്ചിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ ഈ 3 കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത നിങ്ങൾക്ക് ഇവിടെ ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് 2 ആണ്. മിനിമം ഏജ് 18 മാക്സിമം 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് +2 ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ +2 പാസ്സായിരിക്കുക. +2ൽ നമ്മൾ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ +2ൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ +2 ഏതെങ്കിലും സ്ട്രീമിൽ നിങ്ങൾ എടുത്ത് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓക്കെയാണ്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, പ്രൊഫിഷ്യൻസി ഇൻ ഹാൻഡ്ലിംഗ് PBX ബോർഡ്. അപ്പോൾ PBX ബോർഡ് എന്ന് പറയുന്നത് ഞാൻ പറയാം. PBX എന്ന് പറയുന്നത് പ്രൈവറ്റ് ബ്രാഞ്ച് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ഇതൊരു ഹാർഡ്വെയർ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് +2 മതി, പക്ഷേ PBX നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ, PBX ബോർഡ്. ഓക്കെ, അപ്പോൾ അതാണ് അതിലെ ക്വാളിഫിക്കേഷൻ. അടുത്തത് ഫയർമാൻ ആണ്. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾക്ക് മിനിമം ഏജ് 18 മാക്സിമം 25 ആണ്. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 28 വയസ്സ് വരെയും, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് 10ാം ക്ലാസ്, ജസ്റ്റ് നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വെറും SSLC പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യേണ്ട. ഇനി അടുത്തത് കാർപ്പൻറ്റർ ഓർ ജോയിനർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മിനിമം 18 മാക്സിമം 25. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 28, SC/ST ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ആണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ പറയുന്ന ട്രേഡ്, അതുമായി കാർപ്പൻറ്ററുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡിൽ നിങ്ങൾക്ക് ITI വേണം. അത് ഒരു 3 ഇയർ ഉള്ള ആ ഒരു ഡ്യൂറേഷനുള്ള ട്രെയിനിങ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്ക് എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് വേണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മിനിമം 18 മാക്സിമം 25 ആണ്. അപ്പോൾ ഇതിലേക്ക് OBC ആണെങ്കിൽ 28, SC/ST ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിലേക്കും 10ാം ക്ലാസ് നേരത്തെ പറഞ്ഞ പോലെ പറയുന്ന പെയിൻറ്ററിലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു 3 ഇയർ ഡ്യൂറേഷനുള്ള ആ ഒരു ITI സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം, ITI കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും എന്ത് ചെയ്യാം, അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ITI തന്നെ വേണമെന്നില്ല, എക്സ്പീരിയൻസും മതി. ഇനി അടുത്തത് നിങ്ങൾക്ക് MTS ആണ്. MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് മിനിമം 18 മാക്സിമം 25 ആണ്. OBC ആണെങ്കിൽ 28, SC/ST ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് SSLC മാത്രം മതി. ഓക്കെ, SSLC മാത്രം മതി ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് SSLC യോഗ്യതയുള്ള ഒട്ടനവധി പോസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ SSLC മാത്രം മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാൻ, വേറെ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി അടുത്ത ട്രേഡ്സ്മാൻ മെയ്റ്റ് ആണ്. ട്രേഡ്സ്മാൻ മെയ്റ്റിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത്. മിനിമം 18 മാക്സിമം 25 ആണ്. OBC ആണെങ്കിൽ 28, SC/ST ആണെങ്കിൽ 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്ന് നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രേഡിൽ, എനി ട്രേഡാണ് പറയുന്നത്, ITI ആണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ട്രേഡിന് യാതൊരുവിധ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഇല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലൊരു സ്കീമാണ് ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് SSLC പ്ലസ് നിങ്ങൾക്ക് എന്താണ് ITI, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് ഏത് ട്രേഡാണെങ്കിലും കുഴപ്പമില്ല, പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ ഞാൻ പറഞ്ഞു. SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, PWD ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10, PWD OBC ആണെങ്കിൽ 13, PWD തന്നെ SC/ST ആണെങ്കിൽ അവർക്ക് 15 വർഷം വരെ. എക്സ് സർവീസ്മാൻ നിശ്ചയമുള്ള ഒരു സർവീസും ഇതുമായി ബന്ധപ്പെട്ടുള്ളതിനനുസരിച്ചിട്ട് അവർക്കൊരു റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇതൊക്കെ ഡിഫൻസ് പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടവർക്കുള്ള അങ്ങനെയുള്ളവർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് സിവിലിയൻ എംപ്ലോയീസ് അങ്ങനെയുള്ളവർക്കും അതുപോലെ വിഡോസ് ഡിവോഴ്സിലായുള്ളവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, അത് നോക്കാവുന്നതാണ്.
പിന്നെ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അതിൻ്റെ കോപ്പീസ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് ID പ്രൂഫ് ആയിട്ടുള്ള നമുക്ക് പാൻ കാർഡോ വോട്ടർ ID പാസ്പോർട്ടിൽ ഏതെങ്കിലും നമ്മൾ 30-50 GB ഇടയിലുള്ള ഫയൽ സൈസിലാക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്, 3 മാസത്തിൻ്റെ ഉള്ളിലെടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. നമ്മുടെ ഫേസ് ഒക്കെ ഏകദേശം ഒരു 70% നമ്മൾ ആ ഫോട്ടോയിൽ നമ്മുടെ ഫോട്ടോൻ്റെ ഒരു സൈസ് ഉണ്ടാവില്ല, അതിൽ 70% നമ്മുടെ ഫേസ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം, നല്ല വിസിബിൾ ആയിരിക്കണം. നമ്മുടെ 2 ചെവിയും നല്ല ദൃശ്യമാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കുക, നല്ല ക്ലിയർലി വിസിബിൾ ആകുന്ന രീതിയിൽ കേട്ടോ. ഓക്കെ, 20 KB ഫയൽ സൈസ് കൂടാൻ പാടില്ല. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം, 30-50 GB ഇടയിൽ ഫയൽ സൈസ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ അത് പ്രിൻ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഈ അക്നോളജ്മെൻ്റ് ഒക്കെ നമ്മൾ പ്രിൻ്റ് എടുത്ത് നമ്മളെ കയ്യിൽ സൂക്ഷിക്കണം, അത് ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യം വരും. പിന്നെ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് അവരെന്തെന്ന് വെച്ചാൽ ഏറ്റവും ഇപ്പം 10ാം ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ യോഗ്യത വെച്ചാൽ 10ാം ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരും അങ്ങനെയൊക്കെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അപ്പോൾ ഒരുപാട് അപേക്ഷകളൊക്കെ വന്നാലാണ് അവരങ്ങനെ ചെയ്യുക. അങ്ങനെ അവരൊരു നിശ്ചിത റേഷ്യോയിൽ എന്ത് ചെയ്യും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ മെറ്റീരിയൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റുകൾ 1:50 ആണ്, ഒരു വേക്കൻസിയിലേക്ക് 50 ഉദ്യോഗാർത്ഥികൾ എന്നുള്ള ലെവലിലേക്കാണ് അവരെടുക്കുക. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒക്കെ ആവശ്യമുള്ള പോസ്റ്റിലേക്കാണെങ്കിൽ അത് ഈ പറയുന്ന 1:, ട്രേഡ്സ്മാൻ മെയ്റ്റ് ഒക്കെ ആണെങ്കിൽ 1:75 ആണ് അവരെടുക്കുക. അപ്പോൾ ചില പോസ്റ്റിലേക്ക് ഡയറക്റ്റ് എക്സാം ആണ്, ചില പോസ്റ്റിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ പറയുന്ന ഒരു വേക്കൻസിയിലേക്ക് 75 ഉദ്യോഗാർത്ഥികൾ എന്നുള്ള ലെവലിലാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കും. അത് നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ കിട്ടിയിരിക്കുന്ന മാർക്കിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ പറയുന്ന കോൾ ലെറ്റർ കാര്യങ്ങളൊക്കെ ലഭിക്കും. മെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇനി ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കാര്യങ്ങളുമാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റേജസ്, സെലക്ഷൻ്റെ സ്റ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് സ്റ്റേജ് 1 നമുക്ക് യാതൊന്നും ഇല്ല, സ്റ്റേജ് 2 ആ റിട്ടൺ എക്സാമിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് നിങ്ങൾക്ക് ടൈപ്പിംഗ് പ്രൊഫഷൻസി ടെസ്റ്റാണ് ആദ്യം ഉണ്ടായിരിക്കുക. 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവലിൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത നിങ്ങൾക്ക് CMD ആണ്, സിവിൽ മോട്ടോർ ഡ്രൈവറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റാണ് ആദ്യം ഉണ്ടായിരിക്കുക. പിന്നെ കുറച്ച് വെർബൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതായത് ഹെവി ആൻഡ് ലൈറ്റ് വെഹിക്കിൾസിൻ്റെ ഇൻറ്റേർണൽ ഫംഗ്ഷനുമായി ബന്ധമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണ്, അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റിട്ടൺ എക്സാമിനേഷൻ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് സ്റ്റേജ് 2 നമുക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ടെലി ഓപ്പറേറ്റർ ആണ്, ഇതിലേക്ക് നിങ്ങൾക്ക് സ്റ്റേജ് 1 ഒന്നും ഉണ്ടാവില്ല, സ്റ്റേജ് 2 റിട്ടൺ എക്സാമിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ പിന്നെ ഫയർമാൻ ആണ്, ഫയർമാൻ നമുക്ക് ഫിസിക്കൽ മെഷർമെൻറ്റ് ഉണ്ടായിരിക്കും ഈ പറയുന്ന സ്റ്റേജ് 1. അതിൽ ഹൈറ്റ് വേണ്ടത് വിത്തൗട്ട് ഷൂല് 165 സെൻറ്റിമീറ്റർ വേണം. ഇനി ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 2.5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. 165 വേണ്ടവർക്ക് അതിൽ 2.5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ടായിരിക്കും ST കാൻഡിഡേറ്റ്സിന്. ഈ ചെസ്റ്റ് ആണെങ്കിൽ നോർമൽ കണ്ടീഷനിൽ 81.5 സെൻറ്റിമീറ്റർ വേണം, എക്സ്പാൻഡറിൽ 55 സെൻറ്റിമീറ്ററും, വെയിറ്റ് മിനിമം ഒരു 50 കിലോഗ്രാംസും വേണം ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക, അതായത് ഈ പറയുന്ന 1.6 കിലോമീറ്റർ ഓടാനുണ്ടാവും നിങ്ങൾക്ക്. അത് ഈ പറയുന്ന 6 മിനിറ്റാണ് നിങ്ങൾക്ക് ടൈം ഡ്യൂറേഷൻ, 6 മിനിറ്റിനുള്ളിൽ നമ്മൾ 1.6 കിലോമീറ്റർ ഓടിയെത്തണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 8 മിനിറ്റും 26 സെക്കൻഡും ഉണ്ടായിരിക്കും 1.6 കിലോമീറ്റർ ഓടാനുള്ള സമയം. ഇനി എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് ഏജിനനുസരിച്ച് എന്തുണ്ടായിരിക്കും, ടൈമിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും, അങ്ങനെയുള്ളവർക്ക് ഈ ടൈം നോക്കാം. പിന്നെ അതോടെ തന്നെ 63.5 കിലോഗ്രാംസ് വെയിറ്റ് ഉള്ള ഒരു പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് എടുത്തിട്ട് നമ്മൾ 183 മീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, 96 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന 2.7 മീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു കുഴി നമ്മൾ എടുത്തിട്ട്, അല്ലെങ്കിൽ കിടങ്ങി നമ്മൾ എടുത്തിട്ട് 2 കാല് കൊണ്ട് നമ്മൾ ചാടി, ലോങ് ജമ്പ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ക്ലൈംബിംഗ് ആണ്. ഇതിൽ 3 മീറ്റേഴ്സ് നമ്മൾ വെർട്ടിക്കൽ ഡ്രോപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഹാൻഡും ഫീറ്റും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കയറാം. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന രീതിയിലാണ് ഫയർമാൻ ഉണ്ടായിരിക്കുന്ന ടെസ്റ്റുകൾ കേട്ടോ, ഫിസിക്കൽ എഫിഷ്യൻസി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നല്ല പ്രിപ്പയർ ചെയ്തവർക്കൊന്നും ചിലപ്പോൾ എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം അതായത് കുറേ വിദ്യാർത്ഥികൾ അതിൽ തന്നെ ഔട്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ്റെ കോമ്പറ്റീഷൻ കുറയും എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. നമുക്ക് ആദ്യം തന്നെ സ്റ്റേജ് 1 ഇത് വരുന്നുണ്ട്. ഇനി കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മേക്കിംഗ് ഫർണിച്ചർ, നമ്മൾ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം, വുഡ് ഐറ്റംസ്, പിന്നെ പ്രോപ്പർ ഫിനിഷിങ് കാര്യങ്ങളും, പിന്നെ കുറച്ച് വെർബൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും വുഡും ഫർണിച്ചറൊക്കെ ബന്ധപ്പെട്ടുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ട് റിട്ടൺ എക്സാമിനേഷൻ. പെയിൻറ്റർ ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പെയിൻറ്റിംഗ് ആണ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത്, അത് നമ്മൾ അയണിൻ്റെയും വുഡിൻ്റെ ഒക്കെ മുകളിൽ. പിന്നെ നിങ്ങൾക്ക് വെർബൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, അത് ക്വാളിഫൈ ചെയ്താൽ റിട്ടൺ എക്സാമിനേഷൻ. MTS ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 1 ഇല്ല, റിട്ടൺ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. ദെൻ അടുത്തത് നമുക്ക് ഈ പറയുന്ന ട്രേഡ്സ്മാൻ മെയ്റ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിലേക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഇല്ല. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് ഈ പറയുന്ന നമ്മുടെ ഫിസിക്കൽ ഈ ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രം കേട്ടോ. ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നുള്ളൂ, അതായത് നിശ്ചിത ഹൈറ്റും വെയിറ്റും ഒക്കെ വേണമെന്ന് പറയുന്നുള്ളൂ. ബാക്കി ഒരു പോസ്റ്റിലേക്കും എന്ത് വേണ്ട, നിങ്ങൾക്ക് ഇത്ര ഹൈറ്റോ വെയിറ്റോ അല്ലെങ്കിൽ ഇത്ര ചെസ്റ്റോ അത് എവിടെയും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ യാതൊരുവിധ കണ്ടീഷനും വേണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള പോസ്റ്റിലേക്കൊന്നും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഇല്ല. ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ഈ പറയുന്ന ട്രേഡ്സ്മാൻ മെയ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ളത്. അതിൽ തന്നെ ഫയർമാൻ
ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുന്നുള്ളൂ, ഹൈറ്റും വെയിറ്റും നോക്കുന്നുള്ളൂ. ബാക്കി ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഹൈറ്റോ വെയിറ്റോ നിങ്ങളുടെ ചെസ്റ്റോ യാതൊരുവിധ പ്രശ്നവുമില്ല. എത്ര ഹൈറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. 1.5 കിലോമീറ്റർ 6 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. ഇവിടെ ഇനി 50 കിലോഗ്രാംസ് ആണ് നമുക്ക് വെയിറ്റ് തന്നിരിക്കുന്നത്. അത് നമ്മളൊരു 200 മീറ്റർ 100 സെക്കൻഡ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ക്യാരി ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ്. പിന്നെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അതിൽ ചെറിയ വ്യത്യാസമുണ്ട്, റണ്ണിങ്ങിലും ടൈമിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ ഏജ് ഗൈസ് അത് നോക്കാം അവർക്ക്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 1.5 കിലോമീറ്റർ നമ്മൾ 8 മിനിറ്റ് കൊണ്ട് 26 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഓടിയെത്തിയാൽ മതി. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ 50 കിലോഗ്രാംസ് വെയിറ്റ് ഉള്ള സാധനം 200 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് ഏകദേശം 3 മിനിറ്റും 45 സെക്കൻഡ് കൊണ്ട് നമ്മൾ കൊണ്ടുപോയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് ഇത്രയും ഇതിൻ്റെ ആ ഒരു സ്കീം, അല്ല മീൻസ് അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും പറയാം, ഫയർമാനിലേക്ക് മാത്രമേ ഹൈറ്റ് നോക്കുന്നുള്ളൂ, വെയിറ്റ് നോക്കുന്നുള്ളൂ, ചെസ്റ്റ് നോക്കുന്നുള്ളൂ. ബാക്കി ഒരു പോസ്റ്റിലേക്കും ഹൈറ്റോ വെയിറ്റോ ചെസ്റ്റോ ബാധകമല്ല. നിങ്ങൾക്ക് എത്ര നിങ്ങളുടേതാണെങ്കിലും കണ്ടീഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ പറയുന്ന ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ബാക്കി പോസ്റ്റിലേക്കൊന്നും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്കീം കാര്യങ്ങളാണ് ഞാനിപ്പോൾ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. ഇനി എൻ്റെ സിലബസ് ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ സിലബസിനൊന്നും എവിടെയും പോകണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഏറ്റവും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്ന പോസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിന് അപ്ലൈ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും എക്സാം സെയിം. അപ്പോൾ 10th ലെവൽ എന്ന് പറഞ്ഞിട്ട് എക്സാം സെയിം ആയിട്ട് നടക്കും. അത് കഴിഞ്ഞ് 12th ലെവൽ വേറെ നടക്കും. അങ്ങനെ ഓരോ ലെവലായിട്ട് എക്സാമാണ് നടക്കുക. അപ്പോൾ 10th ലെവലിൻ്റെ ഈ പറയുന്ന സ്കീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ന്യൂമറിക് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. അപ്പോൾ ഇതൊക്കെ വെച്ചുള്ള ആ ഒരു ടെസ്റ്റ് കാര്യങ്ങൾ നമ്മുടെ ആപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ സമയമുണ്ട്, നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുക. നമ്മളെ സമയം നിങ്ങളുടെ എക്സാമിൻ്റെ നിങ്ങൾക്ക് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ, യൂസ് ആകും നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് +2 ലെവലിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 150 ക്വസ്റ്റ്യൻ, 150 മാർക്കാണ് കേട്ടോ എല്ലാത്തിനും വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡിഗ്രി ഗ്രാജുവേറ്റ് ലെവൽ, അങ്ങനെ 3 ലെവൽ എക്സാമിനേഷനാണ് നടക്കാൻ പോകുന്നത്. 1 10th ലെവൽ SSLC, 2 +2 ലെവൽ, 3 നമ്മുടെ ഗ്രാജുവേഷൻ ലെവൽ. ഓക്കെ, ഇങ്ങനെ 3 ലെവൽ എക്സാമിനേഷനാണ് നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്ന പോസ്റ്റ്, 10ാം ക്ലാസ് തന്നെ വെച്ച് നിങ്ങൾ ഒന്നിലധികം പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്താൽ ഒരേ സമയത്ത് പോയി ഒരേ സമയത്താണ് എല്ലാ പോസ്റ്റിലേക്കും എക്സാം വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്ന പോസ്റ്റ് നിങ്ങൾ പ്രിഫർ ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതിൻ്റെ സിലബസ് ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാതൊക്കെ ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് സീരീസ് ഇടും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. ഇവിടെ കാണാം AOC, അതായത് ഈ പറയുന്ന ആർമി ഓർഡിനൻസ് കോർപ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് ജസ്റ്റ് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ നിങ്ങൾ നോക്കിയിട്ട് ഇവിടെയും കാണുന്നെങ്കിൽ വ്യൂ മോർലെസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അതായത് പിന്നെ നമ്മൾ പുതിയതായിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അനുസരിച്ച് ഇത് താഴോട്ട് വരും. അപ്പോൾ അത് നിങ്ങളനുസരിച്ച് നിങ്ങൾ മാനേജ് ചെയ്യുക. അപ്പം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് GOC അല്ലെങ്കിൽ ജിലാൻഡ് നടിച്ച് നമ്മുടെ വെബ്സൈറ്റ് കയറിയാൽ മതി. ഇവിടെ AOC എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് December 2 മുതൽ, ആപ്ലിക്കേഷൻ ഡേറ്റ് December 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് November 30 ഇനി December 2 മുതലാണ് ലിങ്ക് ആക്റ്റീവ് ആകുക. അതുമുതൽ നിങ്ങൾക്ക് December 22 വരെ അപ്ലൈ ചെയ്യാം. December 22 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് December 2 ആകുന്ന സമയത്ത് ഇവിടെ ഞാൻ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം എന്നുള്ള ഈ ലിങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. വാട്സപ്പ് ലിങ്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഐഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ, ടെലഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്യുക, അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അതിലിടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഈ ലിങ്ക് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോസ് യൂസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.